നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അഖിലക്കാട് അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഏപ്രിൽ 26, 27, 28 തീയതികളിൽ ആഘോഷിക്കും. നാളെ ഞായർ രാവിലെ 6-ന് ഗണപതി ഹോമം, 9:30-ന് പൊങ്കാല സമർപ്പണം, വൈകിട്ട് 6-ന് സർവൈശ്വര്യ വിളക്ക് പൂജ, 7:30-ന് ക്ലാസിക്കൽ ഡാൻസ് ആൻഡ് ഡ്രാമാസ്. തിങ്കൾ രാവിലെ 6-ന് മഹാഗണപതി ഹോമം, വൈകിട്ട് 6-ന് അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നാട്ടിലെ മുതിർന്ന പൗരന്മാരെയും ആദരിക്കും. തുടർന്ന് നൃത്തസന്ധ്യ. 28-ന് രാവിലെ 5:30-ന് ദീപം തെളിയിക്കൽ, ഗുരുവന്ദനം, വിഘ്നേശ്വര പൂജ, മഹാസങ്കല്പം, പുണ്യാഹം, ഗണപതി ഹോമം. 6:30-ന് പൂർണ്ണാഹുതി, ദീപാരാധന, പ്രസാദം. 7:30-ന് മഹാസങ്കല്പം, പഞ്ചഗവ്യം, കലശപൂജ, മൂലമന്ത്രഹോമം, അസ്ത്രഹോമം. 10-ന് മഹാപൂർണാഹുതി, പരിവാര ദൈവങ്ങൾ, ഗണപതി എന്നിവയ്ക്ക് അഭിഷേകം. തുടർന്ന് നാഗങ്ങൾ, ദൈവങ്ങൾ, ദേവിക്കും അഭിഷേകം. അയ്യപ്പസ്വാമിക്ക് ഏകാദ്രവ്യ അഭിഷേകം, കലശാഭിഷേകം, അലങ്കാരം. 10-ന് മേളം, 12-ന് പൂജ, ദീപാരാധന, 12:30-ന് പ്രസാദ ഊട്ട. വൈകിട്ട് 4:30-ന് ഫ്യൂഷൻ മ്യൂസിക്, 6-ന് താലം എഴുന്നള്ളിപ്പ്, 7-ന് തായമ്പക, 8:30-ന് ബാലെ എന്നിവയാണ് പരിപാടികൾ. പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി അച്യുതൻകുട്ടി, ഖജാൻജി കൃഷ്ണൻകുട്ടി, കോർഡിനേറ്റർ കെ രാജൻ എന്നിവരും കമ്മിറ്റി അംഗങ്ങളും പ്രതിഷ്ഠാ മഹോത്സവത്തിന് നേതൃത്വം നൽകുന്നു. എല്ലാ ഭക്തജനങ്ങളെയും ഈ പ്രതിഷ്ഠാ മഹോത്സവ പരിപാടിയിലേക്ക് സംഘാടകർ സ്വാഗതം ചെയ്തു. മലമ്പുഴ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ അക്കരക്കാട് എന്ന പ്രദേശത്തുള്ള മലമ്പുഴ പഞ്ചായത്ത് തന്നെ ഏക അയ്യപ്പ ക്ഷേത്രമാണ് അക്കരക്കാട് അയ്യപ്പ ക്ഷേത്രം. അതായത് വർഷം തോറും നടത്തി വരാറുള്ള അക്കരക്കാട് അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ വർഷവും അതിഗംഭീരമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 3 ദിവസത്തെ പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. 26 ഞായറാഴ്ച, 27 തിങ്കളാഴ്ച, 28 ചൊവ്വാഴ്ച എന്നീ 3 ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ 3 നൈറ്റ് ഷോയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മലയാള ഭാഷാ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പിൻതലമുറക്കാരായ എഴുത്തച്ഛൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികര് പല പല സ്ഥലങ്ങളിലായിട്ട് ഈ അയ്യപ്പൻ വിളക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂർവികര് തുടങ്ങി വെച്ച ഒരു പ്രക്രിയ ഇന്നത്തെ പുതുതലമുറയിൽ അത് തുടർന്ന് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2006-ൽ ഞങ്ങളൊരു പൊതുസ്ഥലം വാങ്ങുകയും ഈ അഭ്യുദയകാംക്ഷികളായ ആൾക്കാരും ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് പണം സ്വരൂപിച്ച് ഒരു അമ്പലം നിർമ്മിച്ച് 2006-ലാണ് ഇത് പൂർത്തീകരിച്ചത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് അയ്യപ്പൻ. അത് ദേവതകള് ഗണപതി, മാളികപ്പുറം, നാഗങ്ങൾ എന്നിവയാണ്. 2 നേരം പൂജയാണ് എല്ലാ ദിവസവും ഇവിടെ നടത്തി വരാറുള്ളത്. ശനിദോഷത്തിനായിട്ട് അയ്യപ്പന് പ്രത്യേക വഴിപാടുകൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. കണ്ടകശനി, 7ര ശനി, അഷ്ടമശനി എന്നീ ദോഷങ്ങൾക്ക് ശനീശ്വരനായ അയ്യപ്പ സ്വാമിക്ക് എള്ളുതിരി, നീരാഞ്ജനം, കടുമധുരം എന്നിവ നടത്തി വരുന്നുണ്ട്. കൂടാതെ വൃശ്ചിക മാസത്തിൽ അയ്യപ്പൻ വിളക്ക്, കർക്കിടക മാസത്തില് കർക്കിടക കന്നി പ്രസാദം കൂട്ട് അങ്ങനെയുണ്ട്. ചിങ്ങമാസത്തില് നിറപുത്തരി, മണ്ഡലപൂജ എന്നീ ഉത്സവങ്ങളും കന്നിമാസത്തിൽ ആയില്യ പൂജ എന്നിവ നടത്തി വരുന്നുണ്ട്. അയ്യപ്പൻ വിളക്ക് എല്ലാ കൊല്ലവും നടത്തി വരാറുണ്ട്. അത് മണ്ഡലകാലം മുതൽ 41 ദിവസം ഇവിടെ വിവിധ പരിപാടികൾ നടത്തി വരുന്നുണ്ട്. അമ്പലത്തിലെ പ്രധാന ഉത്സവമായ അയ്യപ്പ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച നാളെ 26-ാം തീയതി
കാലത്ത് 5:30 മുതൽ ഗണപതി ഹോമവും തുടർന്ന് 9:30 മണിക്ക് മൂലസ്ഥാനമായ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയും വൈകിട്ട് 6 മണിക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ തന്നെ വിളക്ക് പൂജയും സർവൈശ്വര്യ വിളക്ക് പൂജയും ചെയ്ത് രാത്രി 8 മണിക്ക് 7:30 ഡാൻസ് ആൻഡ് ഡാൻസ് പ്രോഗ്രാം ചുക്കനാഥപുരത്തെ ആൾക്കാരുടെ ഡാൻസ് ആൻഡ് ഡ്രാമ ഉണ്ടായിരിക്കുന്നതാണ്. ലക്ഷ്മി സംഗീത നൃത്ത കലാലയം ഗുരു ആചാര്യ ശ്രേഷ്ഠ ഗീതാരാജൻ വൈദ്യനാഥപുരം അവர்கள் നടത്തുന്ന നൃത്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. പിറ്റേ ദിവസം തിങ്കളാഴ്ച 27-ാം തീയതി രാവിലെ ഗണപതി ഹോമം, പിന്നെ വൈകിട്ട് നാട്ടിലെ താരങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ ഉണ്ടായിരിക്കുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് മുതിർന്ന പൗരന്മാരെയും മുതിർന്ന വനിതകളെയും ആദരിക്കുന്ന പരിപാടിയും 24-25 വർഷത്തില് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരണീയം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. 28-ാം തീയതി കാലത്ത് ഗണപതി ഹോമം, മറ്റു പൂജാതി കാര്യങ്ങളും, ഉച്ചയ്ക്ക് അന്നദാനവും 12:30 മുതൽ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് ബാല എന്ന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. മൃത്യുഞ്ജയൻ എന്നൊരു ബാലയും ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും പരിപാടികളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ദിവസം ഗണപതി ഹോമം, പിന്നെ നെൽപ്പറ ഐശ്വര്യ അഭിവൃദ്ധിക്ക്, മഞ്ഞൾപ്പറ രോഗശാന്തിക്കും മാംഗല്യം ദേവിക്ക്, നാണയപ്പറ ധനാഭിവൃദ്ധിക്ക്. ഈ 3 പ്രത്യേക പരിപാടികൾ ഇവിടെ നടത്തി വരുന്നുണ്ട്. വിവിധ പരിപാടികൾക്കായി ഒരു 11 അംഗ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അവരും ഇതോടൊപ്പം പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ ഇതില് 85 കുടുംബക്കാരാണ് അംഗങ്ങളായിട്ടുള്ളത്. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ എന്ന പോലെ ഓരോരുത്തരും ഒത്തൊരുമിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാവരും കൂട്ടായ്മയോടുകൂടി, ഇതൊരു കൂട്ടായ്മയുടെ സംരംഭം തന്നെയാണ്. അത്രയും വളരെ ഗംഭീരമായി എല്ലാവരും യോജിപ്പോടുകൂടി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണ് ഈ അക്കരക്കാട് അയ്യപ്പ ക്ഷേത്രത്തിലെ എല്ലാ പരിപാടികളും. ഇത്രയൊക്കെ പറയാനുള്ളൂ. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.